നമസ്കാരം. എയർ പൊല്യൂഷൻ അതുപോലെ തന്നെ വെന്റിലേഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എയർ എന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന രണ്ട് പോർഷൻ കമ്പൈൻ ചെയ്തിട്ടാണ് ഒറ്റ വീഡിയോയിൽ ചെയ്യുന്നത്. എയർ പൊല്യൂഷനും അതുപോലെ തന്നെ വെന്റിലേഷനും. നമുക്ക് എയർ പൊല്യൂഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് എയർ പൊല്യൂഷൻ? വായു മലിനീകരണം എന്ന് നമുക്ക് സാധാരണയായിട്ട് നമുക്ക് പറഞ്ഞു കേട്ടിട്ടൊക്കെ ഉണ്ട്. വായു മലിനീകരണം. അപ്പം എന്തൊക്കെ കാരണങ്ങളാണ് വായു മലിനീകരണത്തിന് കാരണമാകുന്നത്, എന്തൊക്കെ ഘടകങ്ങളാണ് കാരണമാകുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എയർ പൊല്യൂഷൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം എന്താണ് എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തന്നെ നോക്കി പോവാം. എയർ പൊല്യൂഷൻ ഈസ് അപ്ലൈഡ് വെൻ എയർ ഈസ് an excessive concentration of foreign matters in outdoor atmosphere which is harmful to man of his environment. നമുക്ക് പുറത്തുള്ള, നമുക്ക് വീടിനകത്തല്ല, നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിയുടെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിൽ എയറിനകത്ത് കടന്നുകൂടുന്ന അല്ലെങ്കിൽ എയറിനകത്ത് മിക്സ് ആവുന്ന ഫോറിൻ മാറ്റേഴ്സ് അത് മിക്സ് ചെയ്യുമ്പോഴാണ് വായു മലിനീകരണം ഉണ്ടാകുന്നത്. നമുക്കറിയാമല്ലേ, ഇപ്പം പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ ഗ്യാസുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ എയറിൽ മിക്സ് ആകുമ്പോഴാണ്. അതൊക്കെ പറയുന്നത് നമ്മൾ എക്സസീവ് കോൺസെൻട്രേഷൻ ഓഫ് ഫോറിൻ മാറ്റേഴ്സാണ് പറയുന്നത്, അല്ലേ? ബാഹ്യ ഘടകങ്ങൾ എയറിൽ മിക്സ് ആകുമ്പോഴാണ് എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്, വായു മലിനീകരണം ഉണ്ടാകുന്നത്. പൊടിപടലങ്ങളും ഗ്യാസുകളും അതേപോലെ തന്നെ മറ്റുള്ള സ്മോക്ക്, ഫോഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ എയറിൽ മിക്സ് ആകുമ്പോഴാണ് വായു മലിനീകരണം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെ തരത്തിലുള്ള പൊല്യൂട്ടൻസ് ആണ് ഉള്ളത്, അത് എങ്ങനെയൊക്കെയാണ് പൊല്യൂഷൻ ആവുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. നമുക്കതിൻ്റെ ഇപ്പോൾ എയർ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഉള്ളത് പ്രൈമറി പൊല്യൂട്ടൻസ് ആണ്. പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ, പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലിനീകരണം. അപ്പോൾ ഈ പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാലോ മലിനീകരണത്തിന് കാരണമാകുന്നതാണ്, അല്ലേ? അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് പ്രൈമറി പൊല്യൂട്ടൻസ് ആണ്. പ്രൈമറി പൊല്യൂട്ടൻസ് എന്താണ്? പ്രൈമറി പൊല്യൂട്ടൻസ് വരുന്നത് നമുക്ക് ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ദേ ആർ എമിറ്റഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ ഫ്രം എ സോഴ്സ് ഓഫ് എ ഫാക്ടറി ചിമ്മിനി ഓർ എക്സോസ്റ്റ് പൈപ്പ് ഓർ ത്രൂ സസ്പെൻഷൻ ഇഫ് കണ്ടാമിനേറ്റഡ് ഡസ്റ്റ് ബൈ ദി വിൻഡ്. വായുവിലേക്ക് നേരിട്ട് കലർത്തപ്പെടാവുന്ന, ഇപ്പോൾ നമുക്കറിയാവില്ല, ഒരു ഫാക്ടറിയുടെ ചിമ്മിനി വഴി, അതിൻ്റെ ഉയരമുള്ള ചിമ്മിനി വഴി വാതകങ്ങൾ, പുക പടലങ്ങളൊക്കെ ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിൽ മിക്സഡ് ആവും. ഓക്കെ, അപ്പോൾ ഇത്തരം ഘടകങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൈമറി പൊല്യൂട്ടൻസ് പറഞ്ഞത്, നേരിട്ട് കടക്കുന്നത്. നമുക്കത് കാണാൻ പറ്റും. ഇപ്പം ചിമ്മിനി വഴിയൊക്കെ പുക ഉയരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ, ഫാക്ടറിയിൽ നിന്നും. അതുപോലെ തന്നെ എക്സോസ്റ്റ് പൈപ്പിൽ നിന്നൊക്കെ നേരിട്ട് പുക അന്തരീക്ഷത്തിലേക്ക് കലരുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങളാണ് പ്രൈമറി എയർ പൊല്യൂട്ടൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് എന്താ വരുന്നത്? ഇനി സെക്കൻഡറി പൊല്യൂട്ടൻസ് വരുന്നുണ്ട്. സെക്കൻഡറി പൊല്യൂട്ടൻസ് എന്താ? ദോസ് ഫോംഡ് വിത്തിൻ ദി അറ്റ്മോസ്ഫിയർ ഇറ്റ് സെൽഫ്. അറ്റ്മോസ്ഫിയറിൽ വെച്ച് തന്നെയാണ് അതുണ്ടാവുന്നത്. എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദേ അറൈസ് ഫ്രം ദി കെമിക്കൽ റിയാക്ഷൻ ഓഫ് പ്രൈമറി പൊല്യൂട്ടൻസ്. നമ്മൾ ഈ പ്രൈമറി പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, നമുക്ക് ഈ ചിമ്മിനി വഴിയൊക്കെ പുറത്തേക്ക് പോകുന്ന വാതകങ്ങൾ, ആ പുകപടലത്തിൽ നിന്ന് അവിടെ നിന്നുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ, അവിടെ നിന്നുണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് സെക്കൻഡറി എയർ പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഗ്യാസസ് എയർ പൊല്യൂഷൻ. ഗ്യാസസ് അത് ഏത് രൂപത്തിലുണ്ടാവുക? നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഗ്യാസ് രൂപത്തിലോ അതുപോലെ തന്നെ വെപ്പേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ദോസ് പ്രസൻസ് ആസ് ഗ്യാസ് ഓർ വെപ്പേഴ്സ്. അത്തരത്തിലുള്ളതാണ് ഗ്യാസസ് എയർ പൊല്യൂട്ടൻസ്. നാലാമത് വരുന്ന പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ് വരുന്നത്? പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. ഇറ്റ് കംപ്രൈസ് മെറ്റീരിയൽസ് ഇൻ സോളിഡ് ഓർ ലിക്വിഡ് ഫേസ്. ഒരു പദാർത്ഥത്തിൻ്റെ സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡ് ഫേസ് ആയിട്ട് വരുന്ന പൊല്യൂട്ടൻസ് ആണ് പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെ വരുന്നത്? സസ്പെൻഡഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഒരു മെറ്റീരിയലിൻ്റെ സോളിഡ് രൂപത്തിലോ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലോ ആയിട്ടുള്ള പൊല്യൂട്ടൻസ്, അതിൻ്റെ പദാർത്ഥം വായുവിൽ, അന്തരീക്ഷത്തിൽ നിൽക്കുന്നതാണ് പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പാണുള്ളത്. പ്രൈമറി പൊല്യൂട്ടൻസ്, സെക്കൻഡറി, അതുപോലെ തന്നെ ഗ്യാസസ്, നാലാമത് വരുന്നത് പാർട്ടിക്കുലേറ്റ് എയർ പൊല്യൂട്ടൻസ്. ഓക്കെ, ഇനി അഞ്ചാമത് വരുന്നത്
ലോക്കൽ സ്കെയിലായിട്ട് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ലോക്കൽ സ്കെയിലിൽ എന്ന് പറഞ്ഞാൽ ബൈ വിർച്യൂ ഓഫ് ദെയർ സോഴ്സ് ഹാവിങ് വെരി ഷോർട്ട് അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഒരു നേരിയ സമയത്ത് മാത്രമാണ് ആ ഒരു കണ്ടാമിനേഷൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുള്ളൂ. സോഴ്സ് ഓഫ് ഹാവിങ് വെരി ഷോർട്ട് അറ്റ്മോസ്ഫിയർ ലൈഫ് ടൈം, അവർക്ക് അറ്റ്മോസ്ഫിയറിൽ വളരെ ഷോർട്ടായിട്ടുള്ള ലൈഫ് ടൈമേ ഉണ്ടാവുള്ളൂ. അത് ലോക്കൽ സ്കെയിലാണ് വരുന്നത്. ആർ ഓൺലി എൻകൗണ്ടേർഡ് ഇൻ ദി അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ക്ലോസ് ടു വെയർ ദേ എമിറ്റഡ് അല്ലേ? ആർ ഓൺലി എൻകൗണ്ടേർഡ് ദി അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ ക്ലോസ് ടു വെയർ ദേ എമിറ്റഡ്. അത് എവിടെ നിന്നാണോ അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ നിന്ന് മാത്രമാണ് നല്ലൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവുള്ളൂ. അത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ലൈഫ് ടൈം വളരെ നേരിയതാവും. അതാണ് ലോക്കൽ സ്കെയിലായിട്ട് വരുന്നത്. ഇനി വരുന്നത് അർബൻ സ്കെയിൽ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അർബൻ സ്കെയിലിൽ എന്തൊക്കെ വരുന്നത്? പൊല്യൂട്ടൻസ് ഫ്രം അർബൻ സോഴ്സസ് സച്ച് ആസ് നൈട്രജൻ ഓക്സൈഡ് ആൻഡ് കാർബൺ മോണോക്സൈഡ് ജനറേറ്റഡ് ബൈ റോഡ് ട്രാഫിക്. ഇല്ലേ, നമ്മൾ ഇപ്പം റോഡ് വഴി ഇപ്പം വാഹനങ്ങളുടെ അത് വാഹനങ്ങളിൽ നിന്ന് വരുന്ന എമിഷൻ, അത് തന്നെയാണ് അർബൻ സ്കെയിൽ എന്ന് പറയുന്നത്. അത് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ടാണ് വരുന്നത്, എയർ പൊല്യൂഷൻ വരുന്നത്. ഈ നൈട്രജൻ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡൊക്കെ ഹ്യൂജ് എമൗണ്ടാണ് വരുന്നത്. അർബൻ സ്കെയിലിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എവിടെ നിന്ന് വരുന്നത്? ജനറേറ്റഡ് ബൈ റോഡ് ട്രാഫിക് വഴി ജനറേറ്റ് ആവുന്ന നൈട്രജൻ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡും. ഇനി എന്താ പറയുന്നത്? അടുത്ത് വരുന്നത് എന്താ? റീജിയണൽ സ്കെയിലാണ്. അർബൻ സ്കെയിൽ കഴിഞ്ഞു, അടുത്ത് വരുന്നത് റീജിയണൽ സ്കെയിൽ. റീജിയണൽ സ്കെയിൽ എന്തൊക്കെയാണ് വരുന്നത്? പൊല്യൂട്ടൻസ് ഇൻ ദി ഫോം ദി ഫൈൻ പാർട്ടിക്കിൾ ആൻഡ് സം ഗ്യാസ് ഫേസ് പൊല്യൂട്ടൻസ് സച്ച് ആസ് ഓസോൺ ഹാവ് അറ്റ്മോസ്ഫിയർ ലൈഫ് ടൈം ഓഫ് ഡേ ഓർ ഈവൻ വീക്സ്. ഒരു ദിവസം മുതൽ ഒരു ആഴ്ച വരെ ലൈഫ് ടൈം ഉള്ളതാണ് ഇത്തരത്തിലുള്ള റീജിയണൽ സ്കെയിൽ പൊല്യൂട്ടൻസ് വരുന്നത്. ഓസോൺ എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആ പൊല്യൂഷൻ വരുമ്പം എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഓസോൺ പാളി ചില സ്ഥലങ്ങളിലൊക്കെ നശിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ന്യൂസിലാൻഡിലൊക്കെയാണ് കുറച്ചുകൂടി തീവ്രമായിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെയാണ് വരുന്നത്? ഫൈൻ പാർട്ടിക്കിൾ ആൻഡ് സം ഗ്യാസ് ഫേസ് പൊല്യൂട്ടൻ്റ് ആണ്. ചില പദാർത്ഥങ്ങളുടെ ഗ്യാസ് രൂപത്തിലുള്ള പൊല്യൂട്ടൻസ് ആണ് ഇത്തരം കാര്യങ്ങൾ. ഓസോണും ഹാവ് അറ്റ്മോസ്ഫിയർ ലൈഫ് ടൈം ഓഫ് ഡേയ്സ് ഓർ ഈവൻ വീക്സ്. അത് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ ആ പൊല്യൂഷൻ അങ്ങനെ നിൽക്കും റീജിയണൽ സ്കെയിലിൽ വരുമ്പോൾ. ഇനി ഹെമിസ്ഫിയറിക് ആൻഡ് ഗ്ലോബൽ സ്കെയിലിൽ എന്താ വരുന്നത്? സം പൊല്യൂട്ടൻസ് ആൻഡ് എക്സ്പെഷ്യലി ദോസ് അസോസിയേറ്റഡ് വിത്ത് ഗ്രീൻ ഹൗസ് വാർമിംഗ് എഫക്റ്റ്. ഗ്രീൻ ഹൗസ് വാർമിംഗ് എഫക്റ്റ് ഏതൊക്കെ ഗ്യാസുകളാണ് വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ നൈട്രസ് ഓക്സൈഡും ആൻഡ് മീഥേനും ആണ് ഈ ഒരു എഫക്റ്റിൽ വരുന്നത്, ഗ്രീൻ ഹൗസ് വാർമിംഗ് എഫക്റ്റിൽ വരുന്നത്. ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. അത് അപ്പോൾ എങ്ങനെ വരുന്നത്? ഹെമിസ്ഫിയറിക് ഗ്ലോബൽ സ്കെയിലിൽ സം പൊല്യൂട്ടൻസ് ആൻഡ് എക്സ്പെഷ്യലി ദോസ് അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രീൻ ഹൗസ് വാർമിംഗ് എഫക്റ്റ് ഹാവ് അറ്റ്മോസ്ഫിയറിക് ലൈഫ് ടൈം ഓഫ് ഇയേഴ്സ് ആൻഡ് ആർ ദിസ് ഫോർ capable distribution throughout a hemispheric and ultimately globally. അല്ലേ? ഹെമിസ്ഫിയറിക് എന്ന് പറയുന്നത് ഗ്ലോബലി ആയിട്ട് വരുന്നതാണ് അല്ലേ? ഗ്ലോബലി എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ലോക്കലായിട്ടും അല്ല, റീജിയണലായിട്ടും അല്ല, ഗ്ലോബലായിട്ട് എൻറ്റയർ വേൾഡ് അത്തരത്തിലുള്ള കപ്പാസിറ്റിയുള്ള പൊല്യൂട്ടൻസ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? ഹെമിസ്ഫിയറിക് ആൻഡ് ഗ്ലോബൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അത്തരം പൊല്യൂട്ടൻസ് അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ആ ഗ്രീൻ ഹൗസ് വാർമിംഗ് എഫക്റ്റിൻ്റെ ആ പദാർത്ഥങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് വരുന്ന ഗ്യാസുകൾ വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡും അതുപോലെ തന്നെ മീഥേനുമാണ് അതിന് കാരണമാകുന്നത്. അത് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുമ്പോൾ വർഷങ്ങളാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് വരുന്നത്. അപ്പോൾ ഇത്തരം പദാർത്ഥങ്ങളാണ് നമുക്ക് പൊല്യൂട്ടൻസിൻ്റെ പ്രൈമറി സെക്കൻഡറി ഗ്യാസസ്, പർട്ടിക്കുലേറ്റ്, അതുപോലെ തന്നെ ലോക്കൽ സ്കെയില്, അർബൻ സ്കെയില്, റീജിയണൽ സ്കെയില്, പിന്നെ അതുപോലെ തന്നെ ഹെമിസ്ഫിയറിക് ഗ്ലോബൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയാനുള്ളത്. ഇനി നമുക്കതിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യത്തോടെ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ നിന്ന്. നമുക്ക് ആദ്യമായിട്ട് സോഴ്സുകൾ ഫസ്റ്റിൽ വരുന്നത് ഓട്ടോമൊബൈൽസ് ആണ്, വാഹനങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ. അപ്പോൾ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ഫസ്റ്റിൽ വരുന്നത് ഓട്ടോമൊബൈൽസ് ആണ്. ഓട്ടോമൊബൈൽസിൽ എങ്ങനെയാണ് പൊല്യൂഷൻ സംഭവിക്കുന്നത്, അതിൻ്റെ കാരണമാകുന്നത് നോക്കാം.
മേജർ സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ത്രൂ ഔട്ട് ദി അർബൻ ഏരിയാസ്. അർബൻ ഏരിയാസിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള എയർ പൊല്യൂഷൻ്റെ ഒരു കാരണമാണ് ഓട്ടോമൊബൈൽസ്. ഓക്കെ, എമിറ്റ് ഹൈഡ്രോ കാർബൺസ്, കാർബൺ മോണോക്സൈഡ്, ലെഡ്, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് എമിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാവില്ല എങ്ങനെയാണ് വരുന്നത്. ഈ ഓട്ടോമൊബൈൽസ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. നമ്മളിപ്പം ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പം റോഡ് ഇപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ അതിൽ ഫ്യൂൽ കമ്പഷൻ വരുമ്പോൾ അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന വാതകങ്ങൾ, ഇതാണ് ഓട്ടോമൊബൈൽസ് വിഭാഗത്തിൽ വരുന്നത്. അതിൻ്റെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്, ലെഡ്, നൈട്രജൻ ഓക്സൈഡ്, അത്തരത്തിലുള്ള പർട്ടിക്കുലേറ്റ് മെറ്റേഴ്സൊക്കെ അതിനകത്ത് വരുന്നുണ്ട്, ഓട്ടോമൊബൈൽസിൽ വരുന്നുണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് ആദ്യത്തെ വരുന്നതാണ് ഓട്ടോമൊബൈൽസ്. രണ്ടാമത് വരുന്നത് ഇൻഡസ്ട്രീസാണ്. ഇൻഡസ്ട്രീസ് എങ്ങനെയാണ് ഈ എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. ഇത് എമിറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസിൽ നിന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പോൾ ഫാക്ടറീസ് ആണെങ്കിൽ കൂടെ അതിൻ്റെ ആ പ്രൊഡക്ഷൻ്റെ ലാസ്റ്റ് പാർട്ട്, പ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഫ്യൂൽ കമ്പസ്റ്റൻ വഴി ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ആ ഒരു യന്ത്രം അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞ് അവശേഷിക്കുന്ന അതിൻ്റെ ഒരു അവശേഷം എന്ന് പറയുന്നത് ഗ്യാസസ് രൂപത്തിലുള്ള പുക മാലിന്യങ്ങൾ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ വലിയ ചിമ്മിനി വഴി അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുന്നുണ്ട്. അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ടാണ്. എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് എയർ പൊല്യൂട്ടൻസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. കമ്പഷൻ ഓഫ് ഫ്യൂവൽ ടു ജനറേറ്റ് ഹീറ്റ് ആൻഡ് പവർ പ്രൊഡ്യൂസ് സ്മോക്ക്, സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ് ആൻഡ് ഫ്ലൈ ആഷ് ഉണ്ട്. ഇതിൽ വന്നിരിക്കുന്ന സൾഫർ ഡയോക്സൈഡ് വായുമലിനീകരണത്തിന് ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഗ്യാസ് ഏതാണെന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ പരീക്ഷയിൽ. സൾഫർ ഡയോക്സൈഡാണ് എയർ പൊല്യൂഷന് കാരണമാകുന്നത്. അത് ഓപ്ഷനിലുണ്ടായിരുന്നതാണ്. അപ്പം ഇൻഡസ്ട്രീസ് ഈ ഇങ്ങനെ ഹ്യൂജ് ലാർജ് എമൗണ്ട് ഓഫ് ഇതേപോലെ ഇത്തരത്തിലുള്ള സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും അതുപോലെ തന്നെ ഫ്ലൈ ആഷുകളൊക്കെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നുണ്ട്. അവരുടെ ചിമ്മിനി വഴി അന്തരീക്ഷത്തിലേക്ക് കലരുന്നുണ്ട്. അതും നമുക്ക് പൊല്യൂഷന് കാരണമാകാം. ഇനി അടുത്ത് വരുന്നത് ഡൊമസ്റ്റിക് സോഴ്സാണ്. ഡൊമസ്റ്റിക് സോഴ്സിൽ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണയായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ വിറക് കത്തിക്കുമ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഡൊമസ്റ്റിക് കമ്പസ്റ്റൻ ഓഫ് കോൾ, വുഡ് ആൻഡ് ഓയിൽ ഈസ് എ മേജർ സോഴ്സ് ഓഫ് സ്മോക്ക്, ഡസ്റ്റ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സുകൾ. അപ്പോൾ ഡൊമസ്റ്റിക് സോഴ്സ് വഴിയും എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അടുത്ത് വരുന്നത് സ്മോക്കിംഗ് ഓഫ് ടൊബാക്കോ, പുകവലി. പൊതുസ്ഥലത്ത് നിന്ന് പുകവലി ശിക്ഷാർഹം എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും ബോർഡുകളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടെ ഈ ടുബാക്കോ സ്മോക്കിംഗ് എയർ പൊല്യൂഷന് വരെ കാരണമാകുന്നുണ്ട്. ഇതെന്താ പറയുന്നത്, ദി മോസ്റ്റ് ഡയറക്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ അഫക്റ്റിംഗ് ദി ഹെൽത്ത് ഓഫ് മെനി പീപ്പിൾസ് ഇൻ ദി ടുബാക്കോ സ്മോക്ക്. ടുബാക്കോ ആ പുകവലി മൂലം എയർ പൊല്യൂഷൻ മാത്രമല്ല മനുഷ്യൻ്റെ ആരോഗ്യസ്ഥിതിക്ക് വരെ ഹാനികരമായി ബാധിക്കാവുന്ന കാര്യങ്ങൾ കൂടെയാണ് സ്മോക്കിംഗ് ഓഫ് ടുബാക്കോ. ഇനി മറ്റു കാര്യങ്ങൾ മിസ്സലേനിയസ് ആയിട്ട് എന്തൊക്കെ വരുന്നത്, ദി കംപ്രസ് ബേണിംഗ്, റിഫ്യൂസ്, ഇൻസിനറേറ്റേഴ്സ്, പെസ്റ്റിസൈഡ് സ്പ്രേയിങ്, നാച്ചുറൽ സോഴ്സ് ആൻഡ് ന്യൂക്ലിയർ എനർജി പ്രോഗ്രാംസ് ആണ് മറ്റ് ഘടകങ്ങളായിട്ട് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ ഇൻസിനറേറ്ററുകൾ, ഇപ്പോൾ ആശുപത്രി വേസ്റ്റ്, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്, അറിഞ്ഞിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഇൻസിനറേറ്ററുകളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സ്ഥലങ്ങളിലൊക്കെ അവർ ആ മാലിന്യം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻസിനറേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. റിഫ്യൂസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ബേൺ ചെയ്യും. പിന്നെ തമ്മിൽ പെസ്റ്റിസൈഡ് സ്പ്രേയിങ്, ഈ അമിതമായിട്ടുള്ള പെസ്റ്റിസൈഡ്, ഇപ്പോൾ കീടനാശിനികൾ, അണുനാശിനികളൊക്കെ സ്പ്രേയിങ് ചെയ്യുന്നത് വഴി അതും അതിൻ്റെ ഒരു കൂടുതൽ ഭാഗവും അന്തരീക്ഷത്തിലേക്ക് മിക്സ് ആവും. അങ്ങനെയും എയർ പൊല്യൂഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മേജറായിട്ടുള്ള അതിൻ്റെ സോഴ്സുകൾ വരുന്നത്, എയർ പൊല്യൂഷൻ്റെ സോഴ്സുകൾ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് എന്താ നോക്കാനുള്ളത്, ഇനി ഈ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന പൊല്യൂട്ടൻസ് എന്തൊക്കെയാണ്, മേജറായിട്ടുള്ള പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വായുമലിനീകരണം ഉണ്ടാകുന്നത് ഏതൊക്കെ തരത്തിലാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് ഉണ്ടാക്കുന്ന വായുമലിനീകരണം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്, അതിലൊക്കെയാണ് നമ്മൾ പോകുന്നത്. പൊല്യൂട്ടൻസ് മേ ബി ഫ്രം ഇൻ ദി ഫോം ഓഫ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് വേപ്പേഴ്സ്. ഗ്യാസിന് പറയുന്നതാണ് വേപ്പേഴ്സ്. അപ്പോൾ ഏതൊക്കെ തരത്തിലാണോ ഉള്ളത് പൊല്യൂട്ടൻസ്, എയർ പൊല്യൂട്ടൻസ്? സോളിഡ് രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് രൂപത്തിലുണ്ട്.
ഇതിൻ്റെ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് അതിന് പറയുന്ന പേരാണ് സ്മോഗ് എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ് കോൾഡ് സ്മോഗ് എന്ന് പറയും. ഓക്കെ, അപ്പം നമുക്ക് മേജറായിട്ടുള്ള എയർ പൊല്യൂട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസുകൾ അതിൽ ഫസ്റ്റ് വരുന്നത് കാർബൺ മോണോക്സൈഡാണ്. കാർബൺ മോണോക്സൈഡ് അതിൻ്റെ എങ്ങനെയാണ് അത് എയർ പൊല്യൂഷൻ സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കണ്ടാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. മോസ്റ്റ് കോമൺ ആൻഡ് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് എയർ പൊല്യൂട്ടൻ്റ്, ഏറ്റവും പ്രധാനമായിട്ട് മോസ്റ്റ് കോമൺ ആൻഡ് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് ആണ് പറയുന്നത് അല്ലേ. ഏറ്റവും കോമൺ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വൈഡായിട്ടും പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽസ്. ഇൻകംപ്ലീറ്റഡ് കമ്പഷൻ ഓഫ് കാർബൺ കണ്ടെയ്നിങ് മെറ്റീരിയൽസ് ആണ്. കാർബൺ അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റനാണ്. അപ്പോൾ അത് കത്തുമ്പോൾ അതിനകത്തുനിന്ന് വരുന്ന നമുക്ക് അത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. അത് ഒരു കറുത്ത പുക വരുന്നത് കാർബൺ മോണോക്സൈഡാണ്. ചില വാഹനങ്ങളിൽ നിന്നൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ അത്തരം ഈ കാർബൺ മോണോക്സൈഡ് എയർ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാതകമാണ്. എസ്റ്റിമേറ്റഡ് മാൻ മെയ്ഡ് കാർബൺ മോണോക്സൈഡ് വേരി 350 to 600 മില്യൺ ടൺസ് പെർ ആനം. എത്ര പറയുന്നത് 350 മുതൽ 600 മില്യൺ ടൺസാണ് ഒരു വർഷത്തിൽ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാൻ മെയ്ഡ് കാർബൺ മോണോക്സൈഡാണ് പറയുന്നത്. CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പം ഒരു വർഷത്തിൽ എത്ര വരുന്നത് 350 മുതൽ 600 മില്യൺ ടൺസാണ് ഒരു വർഷത്തിൽ മാൻമെയ്ഡ് കാർബൺ മോണോക്സൈഡ് എമിറ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വായുമലിനീകരണത്തിന് കാരണമാകുന്നത്. അതിൻ്റെ അടുത്ത് കാർബോക്സി ഹീമോഗ്ലോബിൻ ഈസ് ടോക്സിക് സബ്സ്റ്റൻസ് ഫോംഡ് വെൻ കാർബൺ മോണോക്സൈഡ് മിക്സ്ഡ് വിത്ത് ബ്ലഡ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ബ്ലഡിൽ കാർബൺ മോണോക്സൈഡ് മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പറയുന്ന പേരാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് വരുന്നത് സൾഫർ ഡയോക്സൈഡ് ആണ്. ഓക്കെ, സൾഫർ ഡയോക്സൈഡ് അടുത്ത എയർ പൊല്യൂഷന് കാരണമാകുന്ന പൊല്യൂട്ടൻ്റെ പേരാണ് സൾഫർ ഡയോക്സൈഡ്. വൺ ഓഫ് ദി സെവറൽ ഫോംസ് ഓഫ് വിച്ച് സൾഫർ എക്സിസ്റ്റ് ഈസ് ഇൻ എയർ. നമ്മൾ ഈ സൾഫർ പലതരത്തിലും എയറിൽ കാണാൻ പറ്റും അല്ലേ. സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ സൾഫർ പല രൂപത്തിലും നമുക്ക് കാണാൻ പറ്റും. അതിന് എങ്ങനെയാണത് മനസ്സിലാക്കുക? ഒന്ന് കളർലെസ് ഗ്യാസ് ആണ്, കളർ ഉണ്ടാവില്ല. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെങ്കിൽ കമ്പഷൻ ഓഫ് സൾഫർ കണ്ടെയ്നിങ് ഫോസിൽ ഫ്യൂവൽ. സൾഫർ അടങ്ങിയിരിക്കുന്ന ഫോസിൽ ഫ്യൂവൽ കത്തുമ്പോഴാണ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത എങ്ങനെ പറയുന്നത്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകൾ വഴിയും സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ രാസവാക്യങ്ങൾ H2S, അതുപോലെ തന്നെ H2SO4, ഇത്തരം കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കേണ്ടതാണ് സൾഫർ ഡയോക്സൈഡിൽ വരുന്നത്. കമ്പഷൻ ഓഫ് അത് ഫോസിൽ ഫ്യൂവൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ കത്തുന്നത് വഴിയാണ് സൾഫർ അടങ്ങിയിരിക്കുന്ന ഫോസിൽ ഫ്യൂവൽ കത്തുന്ന വഴിയാണ് ഏറ്റവും കൂടുതൽ സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി വരുന്ന ഇൻഡസ്ട്രിയൽ പ്രോസസ്സുകൾ വഴി ഉണ്ടാകുന്നുണ്ട്. ഇനി എങ്ങനെ വരുന്നത്, ജനറലി അഫക്റ്റ് ദി റെസ്പിറേറ്ററി സിസ്റ്റം, ലിവർ ആൻഡ് ഐ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ കരളിനെയും കണ്ണിനെയും ബാധിക്കാവുന്ന അസുഖങ്ങൾ ഈ സൾഫർ ഡയോക്സൈഡ് വഴി ഉണ്ടാകുന്നുണ്ട്. എയർ പൊല്യൂഷൻ വഴി നമുക്ക് സംഭവിക്കുന്നതാണ്. കോമൺ ഡിസീസ് ആർ ഏതൊക്കെ പറയുന്നത്, കഫ്, അതുപോലെ തന്നെ മ്യൂക്കസ് സെക്രീഷൻ, ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇതൊക്കെയാണ് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന മേജറായിട്ടുള്ള കോമൺ ഡിസീസുകളാണ്. കഫ്, മ്യൂക്കസ് സെക്രീഷൻ, അതുപോലെ തന്നെ ആസ്മ, ക്രോണിക് ബ്രോങ്കൈറ്റിസ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് ലെഡാണ്. എയർ പൊല്യൂട്ടൻസിൻ്റെ വരുന്നത് ലെഡാണ്. കമ്പഷൻ ഓഫ് ആൽക്കൈൽ ലെഡ് അഡിറ്റീവ്സ് ഇൻ മോട്ടോർ ഫ്യൂൾസ് ആർ ദ മേജർ സോഴ്സ് ഓഫ് ലെഡ് എമിഷൻ ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ലെഡ് എമിഷൻ വഴി നമുക്ക് ഇതേപോലെ വായുമലിനീകരണം ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെ പറയുന്നത്, കമ്പഷൻ ഓഫ് ആൽക്കലി ലെഡ് അഡിറ്റീവ്സ്. ഇതിൻ്റെ കമ്പസ്റ്റൻ വഴിയാണ് ലെഡ് എമിഷൻ കൂടുതലായിട്ടും അറ്റ്മോസ്ഫിയറിലേക്ക് ഉണ്ടാകുന്നത്. ഇനി എന്താ പറയുന്നത്, ഡിഗ്രി ഓഫ് ലെഡ് പൊല്യൂഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മോട്ടോർ വെഹിക്കിൾ ഡെൻസിറ്റി അല്ലേ. മോട്ടോർ വെഹിക്കിൾ ഡെൻസിറ്റി എന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത് തന്നെ. കാരണം വാഹനങ്ങൾ കൂടുന്നു, അതുപോലെ തന്നെ അതിലുപയോഗിക്കുന്ന ഇന്ധനങ്ങൾ കത്തുന്നത് വഴി അല്ലേ. നമുക്കറിയാം ഈ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയിൽ അതിലടങ്ങിയിരിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത്. ജനറലി അഫക്റ്റ് ചിൽഡ്രൻസ് അപ് ടു 6 years ഓഫ് ഓൾഡ് ഏജ്. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വളരെ ഗുരുതരമായിട്ട് ബാധിക്കാവുന്ന
അസുഖങ്ങളിലൊന്നാണ് ലെഡ് വഴിയുള്ള എയർ പൊല്യൂഷൻ വരുന്നത്. ലെഡ് ഇൻടേക്ക് കൂടുമ്പോൾ നമ്മളിപ്പം എക്സോസ്റ്റ് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ലങ്സിലേക്ക് തന്നെ വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഇത്രയും പെർസെൻറ്റ് ജനറലി എഫക്റ്റ് ചിൽഡ്രൻ അപ് ടു 6 years. Can cause blood brain barrier to not fully developed. ഹെമറ്റോളജിക്കൽ അതേപോലെ തന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള എഫക്റ്റുകൾ ഉണ്ടാവും ഇതുവഴി ലെഡിൻ്റെ അംശം നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ കയറുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് വുമൻസ് ആർ ആൾസോ റിസ്ക് ഓഫ് ലെഡ് എക്സ്പോഷർ വഴി പ്രഗ്നൻറ്റ് വുമൻസിന് വരെ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ. എങ്ങനെയാണ് വരുന്നത്? ജനറലി ഫ്രം ബൈ ദി കമ്പഷൻ ഓഫ് പ്രോസസ് ഓഫ് കോൾ, ഓയിൽ ആൻഡ് ഗ്യാസ്. കൽക്കരി അതുപോലെ തന്നെ ഓയിൽ അതുപോലെ ഗ്യാസുകളൊക്കെ കത്തുന്നത് വഴിയാണ്, അതിൻ്റെ കമ്പസ്റ്റൻ വഴിയാണ് കാർബൺ ഡയോക്സൈഡും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാമല്ലോ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് എയർ. നമ്മൾ എയറിൻ്റെ പെർസെൻറ്റേജ് പഠിച്ചു, എത്രത്തോളം പെർസെൻറ്റേജുകളാണ് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എയറിൽ വരുന്നത് അല്ലേ. ഫസ്റ്റ് വരുന്നത് നൈട്രജൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വരുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നൈട്രജൻ്റെ നമുക്ക് 78.1% എന്ന് നമുക്കറിയാം. ഓക്സിജൻ വരുന്നത് 20.93. അതിന് ശേഷം വരുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. 0.03%ഓളം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് അന്തരീക്ഷത്തിലുണ്ട് അല്ലേ. Doesn't take part in chemical reaction between other substituent in air. Increased level than natural level can cause increase in the global temperature which can lead to global warming and climate change. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പെർസെൻറ്റേജ് നമ്മൾ നോക്കിയില്ലേ, എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 0.03% ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. ഇതിൻ്റെ ലെവൽ കൂടുമ്പോൾ, ആ പെർസെൻറ്റേജിൽ നിന്ന് കൂടുമ്പോഴുണ്ടാകുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവും, ചൂട് കൂടും അല്ലേ. അതുവഴി ക്ലൈമറ്റ് ചേഞ്ചുകൾ ഉണ്ടാവും, ദുരന്തങ്ങൾ സംഭവിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകതയാണ്. ഇനി അടുത്ത് വരുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. അതിൻ്റെ മെയിൻ സോഴ്സുകൾ എന്തൊക്കെയാണ് വരുന്നത്? എങ്ങനെയാണ് ഹൈഡ്രോ കാർബൺസുകൾ ഉണ്ടാകുന്നത്? ഇൻസിനറേഷൻ വഴി, കമ്പസ്റ്റൻ ഓഫ് കോൾ കത്തിക്കുന്നത് വഴി, അതുപോലെ തന്നെ വുഡ് മരത്തടികൾ കത്തിക്കുന്നത് വഴി, യൂസ് ഓഫ് പെട്രോളിയം പ്രൊഡക്റ്റ്, ഇത്തരം കാര്യങ്ങൾ വഴി ഹൈഡ്രോ കാർബൺസ് അന്തരീക്ഷത്തിലേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്, മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. Hydrocarbons exert their pollutants action by taking part in the chemical reaction that can cause the photochemical smoke. Photochemical smoke വരെ ഹൈഡ്രോകാർബൺസ് ആണ് ഉണ്ടാക്കുന്നത്. ഫോട്ടോകെമിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാച്ചുറലിനെ ഓക്സിഡൈസ് ചെയ്യുന്നൊരു പ്രക്രിയയാണത്. നാച്ചുറലിനെ ഓക്സിഡൈസ് ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഫോട്ടോകെമിക്കൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഫോഗ് ഹൈഡ്രോകാർബൺസ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്ത് വരുന്നത് കാഡ്മിയമാണ്. അതിൻ്റെ മെയിൻ സോഴ്സുകൾ പറയുന്നുണ്ട് സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ നിന്നും, അതുപോലെ തന്നെ വേസ്റ്റ് ഇൻസിനറേഷൻ, വോൾക്കാനിക് ആക്ഷൻ, സിങ്ക് പ്രൊഡക്ഷൻ. ഇത്രയും ഇതാണ് കാഡ്മിയത്തിൻ്റെ മെയിൻ മേജർ സോഴ്സസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടുബാക്കോയിൽ, പുകയിലയിലും ഈ കാഡ്മിയത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ ഹെൻസ് സ്മോക്കിംഗ് ക്യാൻ റീസൺ ഫോർ ഇൻടേക്കിംഗ് കാഡ്മിയം. സ്മോക്കിംഗ് വഴി ശരീരത്തിലേക്ക് കാഡ്മിയത്തിൻ്റെ അളവ് കൂടുതലായിട്ടും കയറിക്കൂടാൻ സാധ്യതയുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്? സിഗരറ്റ് കണ്ടെയ്ൻ അറൗണ്ട് 0.5 to 3 മൈക്രോഗ്രാം കാഡ്മിയം അല്ലേ. ഇത്രയും അധികം കാഡ്മിയം ഈ പുകവലി നിമിത്തം ശരീരത്തിനകത്തേക്ക് കയറുന്നുണ്ട്. വിച്ച് ക്യാൻ ഡിഫർ ഫ്രം ദി കൺട്രി ടു കൺട്രി. അത് ഓരോ രാജ്യത്തു നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാഡ്മിയത്തിൻ്റെ ഏറ്റവും ഇപ്പം നമുക്ക് ലോക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെയാണ് സ്മോക്കിംഗ് തന്നെയാണ്. ടുബാക്കോ സ്മോക്കിംഗ് വഴി തന്നെയാണ് കാഡ്മിയത്തിൻ്റെ അളവ് ശരീരത്തിലേക്ക് കൂടുതൽ കയറി ചെല്ലാനുള്ള സാധ്യതയുള്ളത്. ഇനി അടുത്തത് വരുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഹൈഡ്രജൻ സൾഫൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഹൈഡ്രജൻ സൾഫൈഡ് യൂഷ്വലി ഗെറ്റ് ഇൻ ടു ദി എയർ ഫ്രം ദി ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഹൈഡ്രജൻ സൾഫൈഡ് അന്തരീക്ഷത്തിലേക്ക് കലരുന്നത്. വെനെവർ elemental sulfur or sulfur containing compounds meets organic materials at a high temperature, hydrogen sulfide gas will be formed. ഇല്ല, അപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഹൈ ടെമ്പറേച്ചർ വഴിയാണ് എലമെൻ്റൽ സൾഫർ, അതുപോലെ തന്നെ സൾഫർ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകൾ
വീറ്റ് ഓർഗാനിക് മെറ്റീരിയൽസ് അറ്റ് ഹൈ ടെമ്പറേച്ചറിൽ വരുമ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാവും. ഈ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അന്തരീക്ഷത്തിലേക്ക് കലർന്നിട്ട് എയർ പൊല്യൂഷന് കാരണമാകും. മേജർ ഹൈഡ്രജൻ സൾഫൈഡ് എമിറ്റിംഗ് എവിടെ നിന്നാണ് വരുന്നത്? ഇൻഡസ്ട്രീസ് നിന്ന് വരുന്നുണ്ട് അല്ലേ? ആ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്? കോക്ക് പ്രൊഡക്ഷൻ, ഓയിൽ റിഫൈനറീസ്, വിസ്കോസ് റയോൺ പ്രൊഡക്ഷൻ, സൾഫർ എക്സ്ട്രാക്ഷൻ പ്ലാന്റ്സ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. ഇത്തരം ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഹൈഡ്രജൻ സൾഫൈഡ് എമിറ്റ് ചെയ്ത് അത് പ്രൊഡക്ഷൻ ഉണ്ടായി അത് അന്തരീക്ഷത്തിലേക്ക് പടർന്ന് അത് വായു മലിനീകരണത്തിന് കാരണമാണ്. ക്യാൻ കോസ് ന്യൂറോളജിക്കൽ ആൻഡ് മെൻ്റൽ ഡിസോർഡർ വൈൽ എക്സ്പോസ്ഡ്. നേരിട്ട് എക്സ്പോസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രത്യേകതകളാണ് ന്യൂറോളജിക്കലും അതുപോലെ തന്നെ മെൻ്റൽ ഡിസോർഡറുകളും ഉണ്ടാവും. അടുത്ത് വരുന്നത് ഓസോണാണ്. വൺ ഓഫ് ദി മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഇൻ photochemical smoke formed by the photochemical reaction between sunlight and nitrogen oxides from vehicles, industry emission, volatile organic compounds, solvents. അല്ലേ? ഇത്രയും എവിടെ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫോട്ടോകെമിക്കൽ സ്മോക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഓസോൺ. അത് ഉണ്ടാകുന്നത് റിയാക്ഷൻ ബിറ്റ്വീൻ സൺലൈറ്റ്, സൂര്യപ്രകാശം വഴി ഉണ്ടാകുന്ന റിയാക്ഷനാണ്. നൈട്രജൻ ഓക്സൈഡ് ഫ്രം വെഹിക്കിളിൽ നിന്ന് വരുന്ന നൈട്രജൻ ഓക്സൈഡ്, പ്രധാനമായിട്ടും വെഹിക്കിളിൽ നിന്ന് വരുന്ന പുക. ഇൻഡസ്ട്രി എമിഷൻ, ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ഇതേപോലെ ആ ഗ്യാസുകളിൽ നിന്ന് ഉണ്ടാകുന്ന ആ സൺലൈറ്റുമായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും അതുപോലെ തന്നെ സോൾവൻസും ഇതെല്ലാം എന്ത് ചെയ്യുന്നു? സൺലൈറ്റ് വഴി അത് റിയാക്ഷൻ ഉണ്ടായിട്ടാണ് ഈ ഒരു ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഓസോണും അതിന് കാരണമാകുന്നുണ്ട്. എൻ്റെ ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ ക്യാൻ ബി സീൻ ഇൻ സമ്മർ സീസൺ. സമ്മർ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഓസോൺ പൊല്യൂഷൻ, ഹയസ്റ്റ് ലെവൽ ഓഫ് ഓസോൺ പൊല്യൂഷൻ. ഇപ്പോൾ ഓസോൺ പാളിയുടെ നശീകരണമൊക്കെ ഉണ്ടാകുന്നത് സമ്മർ സീസണിലാണ്, ചൂട് കാലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ക്യാൻ കോസ് ബ്രീത്തിങ് പ്രോബ്ലം, ട്രിഗർ ആസ്മ, അതുപോലെ തന്നെ റെഡ്യൂസ് ലങ് ഫങ്ഷൻ, അവിടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നത് ഓക്സിഡൈസ് ഓഫ് നൈട്രജൻ്റെ ഓക്സൈഡുകളാണ് വരുന്നത്. നൈട്രജൻ്റെ ഓക്സൈഡുകൾ എങ്ങനെ എയർ പൊല്യൂഷൻ വരുന്നത്? എമിഷൻ ഓഫ് ഓക്സൈഡ്സ് നൈട്രജൻ ഒക്കർ പ്രിഡോമിനൻ്റ്ലി ഇൻ ദി ഫോം ഓഫ് നൈട്രിക് ഓക്സൈഡ്. നൈട്രജൻ്റെ ഓക്സൈഡ് എങ്ങനെയാണ് വരുന്നത്? ഏത് ഫോമിലാണ്? നൈട്രിക് ഓക്സൈഡുകളായിട്ടാണ് അത് ഫോം ചെയ്യുന്നത്, അതിൻ്റെ എമിഷൻ വരുന്നത്. വിച്ച് കംപ്രൈസ് അറൗണ്ട് 95% ഓഫ് നൈട്രജൻ ഓക്സൈഡ്സ് ഫ്രം ദി കമ്പസ്റ്റൻ ഓഫ് സോഴ്സ്. എന്തൊക്കെ ഈ കമ്പസ്റ്റൻ ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്? കോൾ ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ. കോൾ ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫ്യൂവൽ. കോളാണ്, കൽക്കരി കത്തിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നൈട്രിക് ഓക്സൈഡുകൾ ഉണ്ടാകുന്നത്. ഇൻക്രീസസ് സിംറ്റംസ് ഓഫ് ബ്രോങ്കൈറ്റിസ് ഇൻ ആസ്മാറ്റിക് ചിൽഡ്രൻ. ആസ്മാറ്റിക് ചിൽഡ്രനിലുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ് അതിൻ്റെ സിംറ്റംസ് അത് കൂടുതലാക്കും. ആൻഡ് റിഡ്യൂസ് ലങ് ഫങ്ഷൻ ഗ്രോത്ത്. ശ്വാസകോശത്തിൻ്റെ അതിൻ്റെ ഫങ്ഷൻ അതിൻ്റെ തോത് കുറച്ചുകൊണ്ടേയിരിക്കും നൈട്രിക് ഓക്സൈഡുകൾ വഴി. ഇനി എന്താ പറയുന്നത്? അടുത്തെന്താ പറയുന്നത്? പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ, PAH എന്ന് പറയും. അതിൻ്റെ ഉദാഹരണമാണ് ബെൻസോ എ പൈറൈൻ, ബെൻസിൻ ത്രസീൻ, ബെൻസോ ബി ഫ്ലൂറാൻതേൻ, അതേപോലെ തന്നെ നഫ്തലീൻ എക്സെട്ര. മോസ്റ്റ്ലി ഫോംഡ് ബൈ ദി ഇൻകംപ്ലീറ്റ് കമ്പൻഷൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ക്യാൻ ആൾസോ ഫ്രം ദി വെൻ ലോ ടെമ്പറേച്ചർ കമ്പൻഷൻ ഒക്കേഴ്സ് ലൈക്ക് വുഡ് ഫയർ, അതുപോലെ തന്നെ സിഗരറ്റ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ് ഉണ്ടാവുന്ന കമ്പസ്റ്റൻ വഴിയാണ്, ടെമ്പറേച്ചർ കുറഞ്ഞുള്ള കമ്പസ്റ്റൻ വഴിയാണ് ഇതേപോലെ തന്നെ PAH പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ടോക്സിക് ആവുന്നത്? ബിക്കം ടോക്സിക് വെൻ ഇറ്റ് ഈസ് ഇൻജസ്റ്റഡ് ഓർ വെൻ എൻകൗണ്ടർഡ് ദി സ്കിൻ. നമുക്ക് അത് നമ്മുടെ സ്കിന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ അതുമായിട്ടുള്ള സമ്പർക്കം വരുന്നത് വഴിയാണ് നമുക്കത് ടോക്സിക് ആവുന്നത്. ഇൻഹേലിംഗ് PH ഈസ് എ ടോക്സിക് ആൻഡ് കാർസിനോജനിക്. അത് ശ്വസിക്കുന്ന വഴി ആ ടോക്സിക് പദാർത്ഥം ഇപ്പം അത് ശ്വസിക്കുന്നത് വഴിയും അത് മാരകമായിട്ട് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ഇനി എങ്ങനെയാണ് ഇത് മോണിറ്ററിങ് ചെയ്യുന്നതാണ് അടുത്ത് പറയുന്നത്. എയർ പൊല്യൂഷൻ, മോണിറ്ററിങ് ഓഫ് എയർ പൊല്യൂഷൻ. ദി ബെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ആർ സൾഫർ ഡയോക്സൈഡ്. അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതിൻ്റെ കൂടെ വേറെയുണ്ട്, സ്മോക്കും ഉണ്ട്, അതുപോലെ തന്നെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസും ഉണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ മോണിറ്ററിങ് ചെയ്യുക? ഈ വായു മലിനീകരണം നമ്മൾ മോണിറ്റർ ചെയ്യുന്നത് അതിലടങ്ങിയിരിക്കുന്ന സൾഫർ ഡയോക്സൈഡിൻ്റെയും സ്മോക്കിൻ്റെയും സസ്പെൻഡഡ് പാർട്ടിക്കിൾസിൻ്റെയും അളവ്, ആ തോത് നോക്കുമ്പോഴാണ് എത്രത്തോളമാണ് ഈ വായു മലിനീകരണം ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് പറയുന്നത് പ്രധാനമായിട്ടും സൾഫർ ഡയോക്സൈഡ് എത്രത്തോളം ഉണ്ടാകുന്നത് നമ്മൾ നോക്കും. അതുപോലെ തന്നെ സ്മോക്ക് നോക്കും, സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് നോക്കും. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് എങ്ങനെയാണ് നോക്കാം? ദി ഗ്യാസ് ആർ ദി മേജർ കണ്ടാമിനൻറ്റ് ഇൻ മെനി അർബൺ ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയ. അല്ലേ, നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് സൾഫർ ഡയോക്സൈഡ് എയർ പൊല്യൂഷൻസിന്. അപ്പം അത് മോണിറ്റർ ചെയ്യാൻ കൂടുതലായിട്ടും ഈ സൾഫർ ഡയോക്സൈഡ് തന്നെയാണ് നോക്കുക. ദി മേജർ കണ്ടാമിനൻറ്റ് ഇൻ മെനി അർബൺ ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയ. ഇറ്റ്സ് കോൺസെൻട്രേഷൻ ഈസ് എസ്റ്റിമേറ്റഡ് ഇൻ ആൾ എയർ പൊല്യൂഷൻ സർവേ. അതിൻ്റെ കോൺസെൻട്രേഷനാണ്, സൾഫർ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കുക എയർ പൊല്യൂഷൻ സർവേകളിൽ. ഓക്കെ, ഇനി അടുത്ത എന്താ? സ്മോക്ക് ആൻഡ് സോയിലിംഗ് ഇൻഡെക്സ്. സ്മോക്ക് ഓർ സോയിലിംഗ് ഇൻഡെക്സ്. സ്മോക്ക് കോൺസെൻട്രേഷൻ അതും എസ്റ്റിമേറ്റ് ചെയ്യും. സ്മോക്കിൻ്റെ അളവ് എത്രത്തോളം നോക്കും. എസ്റ്റിമേറ്റഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ. ഒരു ക്യൂബിക് മീറ്ററിൽ എത്ര മൈക്രോഗ്രാംസ് ആണ് സ്മോക്ക് അല്ലെങ്കിൽ സോയിലിംഗ് ഇൻഡെക്സ് ഉള്ളതെന്ന് നോക്കും. ഇസ് ആൻ ആവറേജ് ലെവൽ ഓഫ് ഓവർ എ പീരീഡ് ടൈം. ഒരു പീരീഡ് ടൈമിൽ ഒരു ആവറേജ് ലെവൽ, ആ ഒരു പീരീഡ് സമയത്ത് എത്രത്തോളമാണ് സ്മോക്കിൻ്റെ ലെവൽ, അത് ഒരു ക്യൂബിക് മീറ്ററിനകത്ത് എത്ര മൈക്രോഗ്രാം ഉണ്ടെന്നാണ് ചെക്ക് ചെയ്യുക. ഇനി അടുത്ത് എന്താ എങ്ങനെ നോക്കുന്നത്? ഗ്രിറ്റ് ആൻഡ് ഡസ്റ്റ് മെഷർമെൻറ്റ്. അല്ലേ, ഡെപ്പോസിറ്റ് ഗ്യാസസ് കളക്ട് ഗ്രിറ്റ്, ഡസ്റ്റ് ആൻഡ് അതർ സോളിഡ്സ്. അതും അനലൈസ് ചെയ്തത് അത് മാസത്തിലാണ്. ദീസ് ആർ അനലൈസ്ഡ് മന്ത്ലി. അത് മാസത്തിലാണ് നമ്മൾ ഡസ്റ്റിൻ്റെ അളവ് നോക്കുന്നത്. ഇതുവഴിയാണ് നമുക്ക് എയർ പൊല്യൂഷൻ്റെ മോണിറ്ററിങ് ചെയ്യുന്നത്. ഇനി അടുത്തത് അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കോഎഫിഷ്യന്റ് ഹാസ്, എ ഫാക്ടർ യൂസ്ഡ് പെർട്ടിക്കുലർ ഇൻ USA അത് ഉപയോഗിക്കുന്നത്. അസസിങ് ദി എമൗണ്ട് ഓഫ് സ്മോക്ക് ഓർ അതർ എയറോസോൾ ഇൻ എയർ. എയറിനകത്തുള്ള സ്മോക്കും അതുപോലെ തന്നെ എയറോസോളിൻ്റെ അളവ് എത്രയെന്നാണ് നോക്കുന്നതാണ് ഈ കോഎഫിഷ്യന്റ് ഓഫ് ഹാസ് എന്ന് പറയുന്നത്. അത് USA അത് ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡെക്സ് ഉണ്ട്, എയർ പൊല്യൂഷൻ ഇൻഡെക്സ്. എയർ പൊല്യൂഷൻ ഇൻഡെക്സിൽ എന്താണ് നോക്കുന്നത്? ഇറ്റ് ഈസ് എൻ ആർബിട്രറി ഇൻഡെക്സ് വിച്ച് ടേക്ക് ഇൻ ടു അക്കൗണ്ട് വൺ ഓർ മോർ പൊല്യൂട്ടൻസ് ആർ മെഷർഡ് ദി സിവിയറിറ്റി ഓഫ് പൊല്യൂഷൻ. നമ്മളിപ്പം ഫസ്റ്റിലെ നമ്മൾ നോക്കിയല്ലേ, ഏതാണ് നോക്കുന്നത്? സൾഫർ ഡയോക്സൈഡാണ് നോക്കുന്നത്. ഇതങ്ങനെയല്ല നോക്കുന്നത്. വൺ ഓർ മോർ പൊല്യൂട്ടൻസ്, ഒന്നിൽ കൂടുതൽ പൊല്യൂട്ടൻസ് എത്രത്തോളം ഉണ്ടാവും എന്ന് നോക്കിയിട്ടാണ് എയർ പൊല്യൂഷൻ്റെ ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ റെഡിൽ കൊടുത്തിരിക്കുന്നത്. എയർ ആക്ട് ആണ്. ഇത് എയർ ആക്ട്, ഇന്ത്യയിലത്തെ എയർ ആക്റ്റാണ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ എയർ ആക്ട്. ഇത് എയർ ആക്ട് 1981 എയർ ആക്ട് നിലവിൽ വന്നത്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ എയർ ആക്ട്. ദി എയർ ആക്ട് 1981 നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വെന്റിലേഷനാണ്. എന്താണ് വെന്റിലേഷൻ? വെന്റിലേഷൻ ഇതിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ എയറിനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ പൊല്യൂഷനെ കുറിച്ച് പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുള്ളതാണ് വെന്റിലേഷൻ. വെന്റിലേഷൻ ഇംപ്ലൈസ് ദി എക്സ്ചേഞ്ച് ഓഫ് വിറ്റൈഡ് എയർ ഇൻസൈഡ് ദി റൂം വിച്ച് ഈസ് ഹോട്ട്, ഹ്യൂമിഡ് ആൻഡ് stagnant with atmosphere air outside the room which is cool, dry and moving. ഡെഫിനിഷൻ കുറച്ച് കൺഫ്യൂഷൻ ആവുന്നതാണല്ലോ, പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവില്ല. വെന്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുന്നത് എന്താണെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ വിറ്റൈഡ് എയർ ബൈ എ സപ്ലൈ ഓഫ് ഫ്രഷ് ഔട്ട്ഡോർ എയർ എന്ന് പറയുന്നത്. നമുക്കിപ്പം ഒരു സ്ഥലത്തിൽ നിന്ന് ഇപ്പം നമ്മളിപ്പം ഒരു റൂമിലാണെങ്കിലും ഒരു ഹാളിലാണെങ്കിലും അവിടെ നമുക്ക് ക്രൗഡ് അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും, നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ ലഭ്യമാവാതെ വരും. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു ഡിസ്കംഫർട്ട്, നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. ആ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സോസ്റ്റ് ഫാനുകൾ ഉപയോഗിക്കും, അതേപോലെ തന്നെ
മറ്റ് എയർ കണ്ടീഷൻ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് വെന്റിലേഷൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പം എങ്ങനെ പറയുന്നത്, വിറ്റൈഡ് എയർ ഇൻസൈഡ് ദ റൂം വിച്ച് ഈസ് ഹോട്ട്, ഹ്യൂമിഡ് ആൻഡ് സ്റ്റാഗ്നൻ്റ് വിത്ത് അറ്റ്മോസ്ഫിയർ കൂൾ ഔട്ട്സൈഡ് ദ റൂം. പുറമേ ഉള്ളതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ചൂടും കൂടി വരും. ദ റൂം വിച്ച് ഔട്ട്സൈഡ് ദ റൂം ഈസ് കൂൾ, ഡ്രൈ ആൻഡ് മൂവിങ്. അപ്പം കൃത്യമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ആ ഒരു റൂമിലോ അല്ലെങ്കിൽ ഹാളിനകത്ത് കൃത്യമായിട്ട് എയറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് പുറമേത്തുള്ള ആ ഒരു ഡിസ്കംഫർട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെന്റിലേഷനുകൾ ഉപയോഗിക്കുന്നത്. അപ്പം അതാണ് ഇനി പറഞ്ഞുകൊണ്ട് വരുന്നത് യൂസ് ഓഫ് വെന്റിലേഷൻ. എന്തിനാണ് ഈ വെന്റിലേഷൻ ഉപയോഗിക്കുന്നത്? ദി ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് റൂം എയർ ഈസ് മെയിൻറ്റെയിൻഡ് കോൺസ്റ്റൻറ്റ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, അതേപോലെ എയർ മൂവ്മെൻറ്റ്, ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനാണ് നമ്മൾ വെന്റിലേഷൻ ഉപയോഗിക്കുന്നത്, അല്ലേ? സ്മെൽ ആൻഡ് ഓർഡർ ഫ്രം ദി റൂം ആർ റിമൂവ്ഡ്. നമ്മളിപ്പം അറിയാമല്ലോ, ഇപ്പോൾ ഒരു ഹോളിലാണെങ്കിലും അല്ലെങ്കിൽ തന്നെ ഒരു റൂമിലാണെങ്കിലും ഒരുപാട് പേരാണെങ്കിൽ അവിടെ ഒരു ഡർട്ടി സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്മെൽ ആൻഡ് ഓർഡേഴ്സ് ഫ്രം ദി റൂം ആർ റിമൂവ്ഡ്, ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെന്റിലേറ്ററുകൾ ഉപയോഗിക്കും. ആ സ്മെല്ലുള്ള എയർ നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ എക്സോസ്റ്റ് ഫാൻ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാധികൾ വെച്ചോ നമ്മളത് പുറത്തേക്ക് അടിച്ച് കളയും. അതുവഴി അപ്പം നമുക്ക് ഫ്രഷ് എയർ റൂമിലേക്ക് കയറും. ഇതൊക്കെയാണ് അതിൻ്റെ തത്വങ്ങളായിട്ട് വരുന്നത്. ബാക്ടീരിയൽ കണ്ടാമിനേഷൻ ഓഫ് എയർ ഇൻ ദി റൂം ഈസ് റെഡ്യൂസ്ഡ്. ബാക്ടീരിയൽ കണ്ടാമിനേഷനും കുറയ്ക്കാനും വെന്റിലേഷനുകൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പോയിന്റ് വരുന്നത് കോസ് ഓഫ് ഇൽ എഫക്റ്റ് ഇൻ അൺവെന്റിലേറ്റഡ് റൂം. വെന്റിലേഷൻ ഇല്ലാത്തൊരു റൂമിൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. ഇൽ എഫക്റ്റുകളാണ്, നമുക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലാണ് ഇൽ വെന്റിലേറ്റഡ് റൂമുകളിൽ. ഓക്കെ, ഇൽ എഫക്റ്റ് ഈസ് കൺജസ്റ്റഡ് റൂം, അതുപോലെ തന്നെ റെസ്റ്റ്ലെസ്നെസ്. കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂമുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വെന്റിലേഷൻ കുറയുമ്പോൾ, വെന്റിലേഷൻ ഇല്ലാതാകുമ്പോൾ നമുക്ക് ഇതേ പറയുന്നു നോസിയ, വോമിറ്റിംഗ്, ഗിഡിനെസ്, ഫെയിൻറ്റിങ്, അല്ലേ? നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നില്ല, നമുക്ക് വോമിറ്റ് ചെയ്യാൻ വരും. അതേപോലെ തന്നെ ചിലപ്പം നമ്മൾ ബോധക്ഷയമായിട്ട് വീണു പോകും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വെന്റിലേഷൻ റൂമിൽ നമുക്ക് ഉണ്ടാകുന്ന ഇൽ എഫക്റ്റുകൾ. ഡ്യൂ ടു ദി എയർ ബിക്കം ഹോട്ട്, ഹ്യൂമിഡ് ആൻഡ് സ്റ്റാഗ്നന്റ്, എസ്പെഷ്യലി ദി എയർ നിയർ ദി സ്കിൻ ഇൻ്റർഫിയേഴ്സ് വിത്ത് ദി ഹീറ്റ് ലോസ് ഫ്രം സ്കിൻ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്, അല്ലേ? നമുക്കത് ഈ അവിടെ ഉള്ള എയർ ചൂട് കൂടുകയോ ഹ്യൂമിഡിറ്റി കൂടുകയോ, അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങും, സ്കിന്നിൽ ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇൻ്റർഫിയർ വിത്ത് ഹീറ്റ് ലോസ് ഫ്രം സ്കിൻ. നമുക്ക് ശരീരത്തിൽ നിന്നുള്ള ആ ചൂട് പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. കൺജൻഷൻ ഈസ് നോട്ട് ഫെൽ ഇൻ cold weather because body can lose heat and cold air that other object in the room. കൂടുതലായിട്ടും തണുത്ത കാലാവസ്ഥകളിൽ നമുക്ക് ഇത് വല്ലാതെ ഫീൽ ചെയ്യില്ല, അല്ലേ? തണുത്ത കാലാവസ്ഥകളിൽ നമുക്ക് ഇത്തരത്തിലൊന്നും വല്ലാതെ ഒരു ഇൽനെസ് ഒന്നും ഫീൽ ചെയ്യില്ല. വെന്റിലേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളാണ് വല്ലാതെ ഫീൽ ചെയ്യില്ല. ഓക്കെ, ഇനി അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡുകളുണ്ട്. എന്തൊക്കെ തരത്തിലാണ് വെന്റിലേറ്ററുകൾ വേണ്ടത് എന്നുള്ളതാണ്. വെന്റിലേഷൻ സ്റ്റാൻഡേർഡ്സ് ആണ്. ക്യൂബിക് സ്പേസ് പെർ പേഴ്സൺ. ഒരു മനുഷ്യന് എത്രത്തോളമാണ് വേണ്ടത്? ക്യൂബിക് സ്പേസ് പെർ പേഴ്സൺ ആണ്. ഒരു മനുഷ്യന് അതിൻ്റെ വെന്റിലേഷൻ്റെ എത്രത്തോളം അതാണ് വേണ്ടത്. ഏർലിയർ ഇറ്റ് വാസ് അഡ്വൈസ്ഡ് ഹാവ് 3000 ക്യൂബിക് ഫീറ്റ് സ്പേസ് അവൈലബിൾ പെർ പേഴ്സൺ. നല്ലൊരു വെന്റിലേഷൻ്റെ സ്റ്റാൻഡേർഡാണ് പറയുന്നത്. 3000 ക്യൂബിക് ഫീറ്റ് സ്പേസ് ആണ് പറയുന്നത് അവൈലബിൾ പെർ പേഴ്സൺ. ഒരു പേഴ്സണ് 3000 ക്യൂബിക് ഫീറ്റ് ആണ് നല്ല വെന്റിലേഷൻ സ്റ്റാൻഡേർഡ് പറയുന്നത്. നൗ ദിസ് ഈസ് നോട്ട് ഫോളോഡ് സിൻസ് ഫ്ലോർ ഏരിയ ആൻഡ് എയർ ചേഞ്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. നൗ ദിസ് ഈസ് നോട്ട് ഫോളോഡ് സിൻസ് ഫ്ലോർ ഏരിയ ആൻഡ് എയർ ചേഞ്ച് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഇമ്പോർട്ടൻ്റ് ക്രൈറ്റീരിയ പറയുന്നത് നമുക്ക് എന്ത് വേണം? ഫ്ലോർ ഏരിയ, അതുപോലെ തന്നെ എയർ ചേഞ്ച് എയർ കൃത്യമായിട്ടുള്ള എയർ പാസേജുകൾ കൃത്യമായിട്ട് വേണം. അതിൽ പറയുന്നത് ഫ്ലോർ ഏരിയ എന്താ പറയുന്നത്? എത്രത്തോളം പറയുന്നത്? എയർ മൂവ്മെൻറ്റ് ഒക്കേഴ്സ് മെയിൻലി അപ് ടു 3 to 4 meters above the floor. എയർ മൂവ്മെൻറ്റ് എവിടെ വരുന്നത്? മെയിൻലി അപ് ടു 3 to 4 meters above the floor. അത്രയും ആ ഫ്ലോർ ഏരിയയിൽ 3 മുതൽ 4 മീറ്റർ ഉയരത്തിലാണ് എയർ മൂവ്മെൻറ്റുകൾ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടത്.
Hence the cubic space per person not reliable criterion, especially if the ceiling is high. നല്ല ഹൈറ്റുള്ള സീലിംഗ് ആണെങ്കിൽ അപ്പോൾ ഒരു 3-4 മീറ്ററൊക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പം നല്ലൊരു ഫ്ലോർ ഏരിയ ഉണ്ടാവും. അപ്പോൾ അവിടെ നല്ല ഒരു വെന്റിലേറ്ററിൻ്റെ എയർ മൂവ്മെൻറ്റ് കൃത്യമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒപ്റ്റിമം ഫ്ലോർ സ്പേസ് ഷുഡ് ബി 5 to 10 സ്ക്വയർ മീറ്റർ പെർ പേഴ്സൺ. അതൊന്ന് ഓർത്ത് വെക്കണം, പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒപ്റ്റിമം ഫ്ലോർ സ്പേസ് എത്രയാണ് വേണ്ടത് ഫ്ലോർ ഏരിയയിൽ വെന്റിലേറ്ററിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ ഒപ്റ്റിമം ഫ്ലോർ സ്പേസ് ആണ് പറയുന്നത് 5 to 10 സ്ക്വയർ മീറ്റർ പെർ പേഴ്സൺ ആണ് വരുന്നത്. ഓർഡിനറി വെന്റിലേഷൻ റിസൾട്ട് ദിസ് എയർ എക്സ്ചേഞ്ച് പെർ അവർ റെക്കമെൻഡഡ് ഫ്ലോർ സ്പേസ് പെർ പേഴ്സൺ. അപ്പോൾ ഇതാണ് പറയുന്നത് 5 മുതൽ 10 സ്ക്വയർ മീറ്റർ പെർ പേഴ്സൺ ആണ് ഒപ്റ്റിമം ഫ്ലോർ സ്പേസ് വേണ്ടത്. ഓക്കെ, അഡൽട്ടിനാകുമ്പോൾ എത്രയാണ് വേണ്ടത്? റെസിഡൻഷ്യലാകുമ്പോൾ 5 സ്ക്വയർ മീറ്റർ വേണം. ഫാക്ടറിയിലാവുമ്പം ഫാക്ടറിയിലും ഇതേപോലെ തന്നെ 5 സ്ക്വയർ മീറ്ററാണ് വേണ്ടത്. ഹോസ്പിറ്റൽ ജനറൽ ഹോസ്പിറ്റലുകൾ വരുന്നത് 10 സ്ക്വയർ മീറ്ററുകളാണ് വേണ്ടത്. ഇനി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഹോസ്പിറ്റലുകൾ അവിടെ കുറച്ച് കൂടുതൽ വേണം, 15 സ്ക്വയർ മീറ്ററുകൾ വേണം. കാരണം ഡിസീസ് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടത്. സ്കൂളുകളിലാകുമ്പോൾ എത്രയാണ് വേണ്ടത്? സ്പേസ് പെർ ചൈൽഡ് 0.8 സ്ക്വയർ മീറ്റർ. 0.8 സ്ക്വയർ മീറ്ററാണ് സ്കൂളുകളിൽ വേണ്ട ഏരിയ വേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ഈ പോയിന്റുകൾ ഈ നമ്പേഴ്സുകളൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി ഇതിൻ്റെ മെത്തേഡ്സ് ഓഫ് വെന്റിലേഷൻ ഓർ എയർ എക്സ്ചേഞ്ച് ഇൻ റൂം. ഒരു റൂമിനകത്തെ വെന്റിലേഷനും അതുപോലെ തന്നെ എയർ എക്സ്ചേഞ്ചിൻ്റെയും മെത്തേഡുകളാണ്. നമുക്ക് അതിനകത്ത് 2 തരത്തിലാണ് മെത്തേഡുകളുള്ളത്. ഒന്ന് നാച്ചുറലും ഉണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ, അതുപോലെ തന്നെ അതിന് പറയുന്നതാണ് മെക്കാനിക്കലായിട്ടുള്ള ഉണ്ട്. അപ്പം എന്താണ് നാച്ചുറൽ വെന്റിലേഷൻ്റെ എങ്ങനെയാണ് വരുന്നത്? നാച്ചുറൽ വെന്റിലേഷനിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. നാച്ചുറൽ വെന്റിലേഷനിൽ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാണ് അല്ലേ, ഡ്യൂ ടു വിൻഡ്, അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലേ. നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ടുള്ള വെന്റിലേഷൻ എയർ വെന്റിലേഷൻ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ വിൻഡ് എങ്ങനെയാണ് വരുന്നത്? മൂവ്മെൻറ്റ് ഓഫ് എയർ അക്രോസ് ദ റൂം വെൻ ദ ഡോർസ് വിൻഡോസ് ആർ ഓപ്പൺ. നമ്മൾ വാതിലും ജനലും തുറന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എയർ മൂവ്മെൻറ്റുകൾ റൂമിനകത്ത് എയർ മൂവ്മെൻറ്റ് കറക്റ്റ് ആവും അല്ലേ. ഇനി ആസ്പിറേഷൻ എന്ന് പറയുന്നുണ്ട്. ദിസ് ഒക്കേഴ്സ് ഡ്യൂ ടു ദിസ് സക്ഷൻ എഫക്റ്റ് അറ്റ് ദി ടെയിൽ എൻഡ് ഓഫ് മൂവിങ് എയർ കോളം വെൻ ഇറ്റ് മീറ്റ് ആൻഡ് ബൈപ്പാസ് ദി ഒബ്സ്ട്രക്ഷൻസ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മൾ ഫ്രീ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞില്ലേ, ഫ്രീ മൂവ്മെൻറ്റിനകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് എന്തെങ്കിലും തടസ്സം വരുമ്പോഴാണ് ഈ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഒരു സക്ഷൻ എഫക്റ്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ വിൻഡ് ഒരു നാച്ചുറൽ വെന്റിലേഷനിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. അടുത്തത് ഡിഫ്യൂഷനാണ്. ഡിഫ്യൂഷൻ വഴി എന്താണ് ഉണ്ടാകുന്നത്? എയർ പാസിംഗ് ത്രൂ ദി സ്മാളസ്റ്റ് ഓപ്പണിംഗ് ഓഫ് ദി സ്പേസ് ബൈ ഡിഫ്യൂഷൻ. ചെറിയൊരു ദൂരത്തിൽ കൂടെ ഡിഫ്യൂഷൻ വഴി എയർ പാസ് ചെയ്ത് പോകും. ദിസ് ഈസ് എ സ്ലോ പ്രോസസ് ആൻഡ് ദെർഫോർ ഈസ് നോട്ട് റിലേഡ് അപ്പോൺ എ സോൾ മീൻസ് ഓഫ് വെന്റിലേഷൻ. ഇപ്പം നമുക്ക് ചെറിയൊരു ദ്വാരം മാത്രമേ ഉള്ളൂ എയർ കടന്നു വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോൾ അതൊരു കൃത്യമായിട്ടൊരു നമുക്കൊരു ഗുഡ് ലെവൽ വെന്റിലേഷൻ ആവുന്നില്ല. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല തോതിലുള്ള വായു സഞ്ചാരം ഉണ്ടാവുന്നില്ല. അതാണ് ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ടെമ്പറേച്ചറാണ്. മൂവ്മെൻറ്റ് ഓഫ് മാസസ് ഓഫ് എയർ ഓഫ് അൺഈക്വൽ ടെമ്പറേച്ചർ അല്ലേ. എങ്ങനെ ഈ ടെമ്പറേച്ചർ വഴി എന്താ ഉണ്ടാകുന്നത്? ടെമ്പറേച്ചർ വഴി അതിൻ്റെ മൂവ്മെൻറ്റിന് ഇങ്ങനെ പറയുന്നുണ്ട്, എയർ ഫ്ലോസ് ഫ്രം ദി ഹൈ ഡെൻസിറ്റി ടു ലോ ഡെൻസിറ്റി ഇല്ലേ. ടെമ്പറേച്ചറിനാണ് ബാധിക്കുന്നത് ഡെൻസിറ്റി. ഹൈ ഡെൻസിറ്റിയിൽ നിന്ന് ലോ ഡെൻസിറ്റിയിലേക്ക് എയർ തീർച്ചയായിട്ടും മൂവ്മെൻറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് റൈസസ് വെൻ സ്ലൈറ്റ്ലി ഹീറ്റഡ് ആൻഡ് എസ്കേപ്പ് ഫ്രം ഓപ്പണിംഗ് പ്രൊവൈഡഡ് ഹൈ അപ്പ് ഇൻ ദി റൂം. ദി ഔട്ട്ഡോർ എയർ വിച്ച് ഈസ് കൂളർ ആൻഡ് മോർ ഡെൻസ് വിൽ എൻ്റർ ദി റൂം ത്രൂ ദി ഇൻലെറ്റ് പ്ലേസ്ഡ് ലോ. എന്താ പറയുന്നത്? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ റൂമിനകത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ചൂട് കൂടുന്ന വായു തീർച്ചയായിട്ടും മുകൾ ഭാഗത്തേക്കാണ്, റൂമിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകും. അതുവഴി നമ്മൾ മുകൾ ഭാഗത്ത് വെന്റിലേറ്റർ വഴി ഇത് പുറത്തേക്ക് പോകുമ്പോൾ താഴെ നമ്മുടെ വിൻഡോ അതുപോലെ തന്നെ ഡോർ ഇതുവഴി തണുത്ത വായു ആ ഒരു ഫ്ലോ അങ്ങനെ ഒരു സൈക്കിൾ ഫോമിൽ അങ്ങനെ നിലനിർത്തേണ്ടതാണ്. അത് ടെമ്പറേച്ചറിനെ
ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ടെമ്പറേച്ചർ നമ്മുടെ റൂമിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ തീർച്ചയായിട്ടും റൂമിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് ചൂടുള്ള വായു പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എയർ സപ്ലൈ വെന്റിലേറ്റർ എക്സോസ്റ്റുകളൊക്കെ വെക്കുകയാണെങ്കിൽ അതുവഴി അത് പുറത്തേക്ക് പോകാനും സാധ്യമാണ്. അത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ മെക്കാനിക്കലായിട്ട് വരുന്നത് എങ്ങനെയാണ്? മെക്കാനിക്കലായിട്ട് വരുമ്പം ഇതേപോലെ തന്നെ എക്സോസ്റ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞത് എക്സോസ്റ്റ് ഫാനുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റ് വെന്റിലേഷൻ സാധ്യമാവും. ഇപ്പം ഒരു റൂമിനകത്ത് ചൂട് കൂടുമ്പോൾ, ഇപ്പോൾ ഒരു ഹാളിനകത്താണെങ്കിലും ചൂട് കൂടുമ്പോൾ അവിടെ തന്നെ ഒരു സജ്ജീകരണം ഉണ്ടായിരിക്കും. എങ്ങനെയാണ്? നിറയെ എക്സോസ്റ്റ് ഫാനുകളുണ്ട്. ഏറ്റവും മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ആ ചൂട് വായു പുറത്തേക്ക് തള്ളിക്കളയുന്നതിന് വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാനുകൾ ഫിറ്റ് ചെയ്യും. അതാണ് എക്സോസ്റ്റ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് പ്ലീനം വെന്റിലേഷനാണ്. പ്ലീനം വെന്റിലേഷൻ പറഞ്ഞാൽ ഫ്രഷ് എയർ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി റൂം, അല്ലേ? അപ്പോൾ ഈ ചൂടുള്ള വായു പുറത്തേക്ക് തള്ളിക്കളയുമ്പോൾ സ്വാഭാവികമായിട്ടും തണുത്ത വായു ഈ റൂമിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ഇനി അടുത്ത് പറയുന്നത് ബാലൻസ്ഡ് വെന്റിലേഷനാണ്. ബാലൻസ്ഡ് വെന്റിലേഷൻ പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിനും കമ്പൈനായിട്ട് പറയുന്നതാണ്. എക്സോസ്റ്റ് സിസ്റ്റവും അതുപോലെ തന്നെ പ്ലീനം സിസ്റ്റത്തിനെ കൂടിയിട്ട് കമ്പൈനായിട്ട് പറയുന്നതാണ് ഈ ബാലൻസ്ഡ് വെന്റിലേഷൻ പറയുന്നത്. അതെവിടെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഇൻ ഹാൾസ് ആൻഡ് തിയേറ്റേഴ്സ്. കൃത്യമായിട്ട് അല്ലേ? അവിടെ ഈ ചൂട് കൂടുമ്പോൾ ആ ചൂടുള്ള വായുവിനെ പുറത്തേക്ക് കളയുന്നതിനോടൊപ്പം തന്നെ തണുത്ത വായു ആ ഹാളിലേക്ക് പ്രവേശിക്കാനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിരിക്കും ബാലൻസ് വെന്റിലേഷനിൽ. ഇനി എയർ കണ്ടീഷനിങ് ആണ് വരുന്നത് മെക്കാനിക്കൽ വെന്റിലേഷനിൽ. എയിംസ് ടു എൻഷുർ പ്രോപ്പർ എയർ ഫ്ലോ, ഹ്യൂമിഡിറ്റി ആൻഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അതുപോലെ തന്നെ പ്രോപ്പർ എയർ ഫ്ലോ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എയർ കണ്ടീഷനുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ എയർ കണ്ടീഷൻഡ് എയർ ആൻഡ് ദി ഔട്ട്സൈഡ് എയർ യൂഷ്വലി മെയിൻറ്റെയിൻ 5 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വ്യത്യാസം ഡിഫറൻസ് എത്ര വരുന്നത്? എയർ കണ്ടീഷൻഡ് ആൻഡ് ദി ഔട്ട്സൈഡ് എയർ യൂഷ്വലി മെയിൻറ്റെയിൻ 5 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. അതിൽ നിന്നിപ്പം പുറമെ ഉള്ള ടെമ്പറേച്ചറും അകത്തുള്ള ടെമ്പറേച്ചറും അതിൻ്റെ ഒരു വ്യത്യാസം ഈ ഒരു 5 മുതൽ 8 ഡിഗ്രി വരെ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് എയർ കണ്ടീഷനുകൾ ആ വെന്റിലേഷൻ സാധ്യമാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ചെറിയൊരു പോയിൻ്റാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, നിരവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്റിലേഷൻ്റെ കാര്യങ്ങളിൽ മെക്കാനിക്കൽ വെന്റിലേറ്ററുകൾ, എക്സോസ്റ്റ്, പ്ലീനം വെന്റിലേഷൻ, ബാലൻസ്ഡ് വെന്റിലേഷൻ, അതുപോലെ തന്നെ എയർ കണ്ടീഷനിങ്, അതിൻ്റെ ഡിഫറൻസ് ആണ് 5 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് എയർ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഓർത്തിരിക്കേണ്ടത് ഈ വെന്റിലേഷൻ സ്റ്റാൻഡേർഡ്സിൽ അതിൽ കുറച്ച് പോയിന്റുകളുണ്ട്. അതിൽ ആ മെഷർമെൻറ്റുകളൊന്ന് ഓർത്ത് വയ്ക്കണം. എയർ മൂവ്മെൻറ്റ് എത്രയാണ് വരുന്നത്? 3 to 4 meters എബോവ് ദി ഫ്ലോർ ആണ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് ദ ഒപ്റ്റിമം ഫ്ലോർ സ്പേസ് ഷുഡ് ബി 5 to 10 square meter പെർ പേഴ്സൺ. അത് ഓർത്ത് വെക്കണം. റെസിഡൻഷ്യലാകുമ്പോൾ എത്ര വരുന്നത്? 5 square meter ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫാക്ടറീസിലും 5 square meter വരുന്നുണ്ട്. ഇനി സ്കൂളുകളിലേക്ക് വരുമ്പോൾ 0.8 square meter ആണ് വേണ്ടത്. ഇത്തരം പോയിന്റുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ എയർ പൊല്യൂഷനും എയർ വെന്റിലേഷനും ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.